അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞു 2 ദിവസമായി. പക്ഷെ ഇന്നാണ് ഈ വീഡിയോ ചെയ്യാൻ പറ്റണേ. നല്ല പനിയായിരുന്നു, പല്ലുവേദനയായിരുന്നു, വായി തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം വിന്നേഴ്സാണ്, വിന്നറല്ല. അനുമോൾക്ക് ഒരു കപ്പ് കൊടുത്തു, അങ്ങ് വിട്ടു. ബട്ട് അതിനേക്കാൾ മേലെയാണ് മറ്റ് 4 മത്സരാർത്ഥികൾ ഉണ്ടായത്. അക്ബർ ഖാൻ, അനീഷ്, നവീൻ, ഷാനവാസ്. ഇവർക്കുണ്ടായ സ്വീകരണം ഒരു സീസണിലും ഇത്രയും സ്വീകരണം ഇത്രയും മത്സരാർത്ഥികൾക്ക് കിട്ടിയത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അക്ബർ ഖാന്റെ സ്വീകരിക്കാൻ ഞാനും പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അക്ബർ ഖാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. അക്ബറിന്റെ PR അല്ല. എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ അക്ബറിന്റെ PR അല്ലേന്ന്. ഞാൻ PR അല്ല. നിങ്ങൾ എൻ്റെ പ്രീവിയസ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്കിന്റെ വിഷയത്തിൽ അതിരൂക്ഷമായി പ്രതിഷേധം അറിയിച്ച ഒരാളാണ് ഞാൻ. ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക. അപ്പം നിങ്ങൾ പറയില്ല ഞാൻ അക്ബറിന്റെ PR ആണെന്ന്. ആ വീഡിയോ എത്ര റീച്ച് ആയിരുന്നു നോക്ക്. പിന്നീട് എനിക്ക് ഇതിലോട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു, ഷോ ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, ഇത്രയും നല്ലൊരു മനുഷ്യനാണല്ലോ ഞാൻ അങ്ങനെ. പക്ഷെ ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടില്ല, അവിടെ വെച്ചു. ബട്ട് ഇപ്പം ഞാൻ അഭിമാനിക്കുന്നു ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അക്ബർ ഖാൻ്റെ കാക്കനാട് ഉണ്ടായ സ്റ്റേജ് പരിപാടിക്ക് ആ ഒരു സ്വീകരണത്തിന് ഞാൻ അവിടെയും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ സ്റ്റേജിൽ കയറി ഞാനും എൻ്റെ സുഹൃത്തുക്കളും തമ്മിൽ സെൽഫി എടുക്കുമായിരുന്നു. അപ്പോൾ അക്ബർ ഖാൻ്റെ കയ്യിൽ ജ്യൂസ് ഉണ്ടായിരുന്നു. ആ ജ്യൂസ് എൻ്റെ കയ്യിൽ തന്ന് ഫോൺ വാങ്ങിച്ചെടുക്കാൻ പോകുമ്പോൾ എന്നോട് പറയാം കുടിക്കല്ല അളിയാന്ന്. അത് വേറൊരു രീതിയിലാണ് പറഞ്ഞത്, ഒരു കൗണ്ടർ. അപ്പോൾ ഞാൻ അക്ബർ ഖാൻ ഇഷ്ടപ്പെടാൻ കാരണം കൗണ്ടർ, പാട്ട്, നിലപാട്, വ്യക്തിത്വം, ഇതൊക്കെ തന്നെയാണ്. ഇതിനൊക്കെ മേലെയാണ് ഒരു കപ്പെങ്കിൽ അക്ബർ ഖാൻ പറഞ്ഞ പോലെ കപ്പും വേണ്ട, ഒരു കോപ്പും വേണ്ട, പോട്ടെ പുല്ല്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ബിഗ് ബോസ് കണ്ട അക്ബർ ഖാനും ഞാൻ നേരിട്ട് കണ്ട അക്ബർ ഖാനും ഒരു മാറ്റവും ഇല്ല, സത്യം. സോ ഞാൻ ഹാപ്പിയാണ്. ദ റിയൽ വിന്നർ അക്ബർ ഖാൻ. ഓൾ ദി വെരി ബെസ്റ്റ്. മുന്നോട്ടുള്ള യാത്രയിൽ ഇതിനും മേലെ മുകളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു.